ഹലോ, നമസ്കാരം. എലൈറ്റ് എക്സ്പെർട്ടീസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെറിൽ സ്വീറ്റി മാത്യൂസ്, എലൈറ്റ് എക്സ്പെർട്ടീസിന്റെ സ്റ്റുഡന്റ് ആണ്. എന്റെ സ്വദേശം പത്തനംതിട്ടയാണ്. ഞാൻ ഫാംഡി പഠിച്ചിട്ട് ഇപ്പോ ഒമാനില് ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. എന്റെ എല്ലാ മലയാളി ഫാർമസിസ്റ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. എലൈറ്റ് എക്സ്പെർട്ടീസ് ക്യാപ്സ് എക്സാം എന്ന തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് ഒരു ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്. നോളജ് അസസ്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, അതായത് ക്യാപ്സ് എക്സാം, ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിൽ നടത്തുന്ന ഒരു യോഗ്യത പരീക്ഷയാണ്. ഈ പരീക്ഷയ്ക്ക് ശേഷം ഒരു വിദേശ ഫാർമസിസ്റ്റിന് ഓസ്ട്രേലിയയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഓസ്ട്രേലിയയിൽ ഫാർമസിസ്റ്റ് രജിസ്ട്രേഷന്റെ ആദ്യ ചുവടാണ് ക്യാപ്സ് എക്സാം. ഇത് വിജയിച്ചതിന് ശേഷം തുടർന്ന് നിങ്ങൾ ഇംഗ്ലീഷ് എക്സാമും കൂടെ പാസ്സായി കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പെർമനന്റ് റെസിഡൻസ് വിസാസ് ആയ 190 വിസ, 491 വിസ എന്നിവയ്ക്ക് അപേക്ഷിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനും സാധിക്കും. തുടർന്ന് അവിടെ ചെന്നിട്ട് നിങ്ങൾ പെയ്ഡ് ഇന്റേൺഷിപ്പും ഇന്റേൺ റിട്ടേൺ ആൻഡ് ഓറൽ വൈവ എക്സാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കിട്ടുകയും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആവുകയും ചെയ്യാം. ഈ വർഷം ജൂലൈ മാസത്തിൽ നടന്ന ക്യാപ്സ് എക്സാമിന്റെ ഒരു വിജയിയാണ് ഞാൻ. അതും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ. ഞങ്ങളുടെ ഇതിലെ 2 ടീച്ചേഴ്സ്, ആരിഫ് സർ ആൻഡ് ഹാരിക മാം, ഓസ്ട്രേലിയയിൽ തന്നെ ജോലി ചെയ്യുന്ന രജിസ്റ്റേർഡ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ്. ഇവരുടെ മികച്ച പരിശീലനവും പിന്തുണയും വഴിയാണ് ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായത്. സോ അതുപോലെ നിങ്ങൾക്കും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ക്യാപ്സ് എക്സാം ക്ലിയർ ചെയ്യാവുന്നതാണ്. എലൈറ്റ് എക്സ്പെർട്ടീസിന്റെ മറ്റ് സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാപ്സ് എക്സാം മാത്രമല്ല, നിങ്ങൾ ഓസ്ട്രേലിയയിൽ ചെന്നതിന് ശേഷമുള്ള ഇന്റേൺ റിട്ടേൺ എക്സാം, ഓറൽ വൈവ എക്സാം എന്നിവയ്ക്കും എലൈറ്റ് എക്സ്പെർട്ടീസ് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങളും ഇവർ പറഞ്ഞു തരികയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് എന്നെ പോലെ തന്നെ ആദ്യ അറ്റംപ്റ്റിൽ ക്യാപ്സ് എക്സാം ക്ലിയർ ചെയ്ത ഹിമ മൽഹാലാണ്. ഹലോ ഹിമ, കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ. താങ്ക് യു സോ മച്ച്. എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? ഒരുപാട് സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ക്യാപ്സ് ജേണി തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നില്ല ജയിക്കാൻ പറ്റും, പാസ്സാവാൻ പറ്റുന്ന. പക്ഷെ എനിക്ക് എലൈറ്റേഴ്സിന്റെ ഹെൽപ്പ് കാരണം പാസ്സാവാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. ഹിമ, ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? ലൈക്ക് എവിടുന്നാ വരുന്നേ, ഇപ്പം എവിടെയാ ജോലി ചെയ്യുന്നത്, എവിടെയാ പഠിച്ചതെന്നൊക്കെ ഒന്ന് പറയാവോ? എന്റെ പേര് ഹിമ. ഞാൻ പഠിച്ചത് തൃശ്ശൂർ തന്നെയാണ്, വീടും തൃശ്ശൂർ തന്നെയാണ്. ഇപ്പൊ റീറ്റെയിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നാട്ടിൽ തന്നെ അല്ലേ? നാട്ടിൽ തന്നെയാണ്. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഈ ക്യാപ്സിന്റെ വഴി തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണ്? ക്യാപ്സിന്റെ വഴി തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞാല് നമ്മുടെ ഫാർമസി പഠിച്ച എല്ലാവരുടെയും ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ പുറത്ത് വർക്ക് ചെയ്യാന്നുള്ളതായിരിക്കുമല്ലോ. പുറത്തെ കൺട്രീസ് നമ്മൾ നോക്കുമ്പോ ഇപ്പൊ ഗൾഫിലെ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ഥിരമായിട്ട് കിട്ടും എന്നുള്ള ഒരു ഹോപ്പ് ഇല്ല. അപ്പൊ പിന്നെ നല്ല കൺട്രീസ് നമ്മൾ വർക്ക് ചെയ്തപ്പോ ഓസ്ട്രേലിയ നമുക്കാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനാണെങ്കിലും ഇപ്പൊ കുട്ടികളുടെ ഭാവി നോക്കുകയാണെങ്കിലും ഒരു ബെസ്റ്റ് കൺട്രി. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഓസ്ട്രേലിയ ചൂസ് ചെയ്തു. അതെ അതെ. അപ്പൊ എത്ര മാസം സമയമെടുത്തു ഇതിന്റെ പ്രിപ്പറേഷൻ? ഇപ്പൊ എലൈറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം എത്ര മാസം ടൈം എടുത്തു ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്? ഒരു 3-4 മാസം അത്രേ എടുത്തിട്ടുണ്ടാവുള്ളൂ. അത്രേ എടുത്തുള്ളൂ. സോ അതായത് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അല്ലായിരുന്നോ ഇതിൽ ജോയിൻ ചെയ്തതും പഠിച്ചുകൊണ്ടിരുന്നതും എല്ലാം? അതെ അതെ. എന്റെ ഒരു മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതന്നെയായിരുന്നു. വർക്ക് ചെയ്യുന്നുണ്ട്, ബേബി ഉണ്ട്, പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ അബ്രോഡാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ വീടും മാനേജ് ചെയ്യണം, കുട്ടീനെ നോക്കണം, ജോബും മാനേജ് ചെയ്യണം. അപ്പൊ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷേ ഒരു നിസ്സാര കാര്യമല്ല ഹിമ. ഇത്രയും റെസ്പോൺസിബിലിറ്റീസോടെ യു കുഡ് ക്ലിയർ ദ എക്സാം. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റി. അപ്പൊ ഒരു ദിവസം ലൈക്ക് എത്ര മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്തു പഠിക്കാനായിട്ട്? അങ്ങനെ കിട്ടുന്ന സമയം എത്രയുമായിരുന്നു? ഫസ്റ്റ് 2 months എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ സമയം വളരെ കുറവായിരുന്നു. ഒരു 2-3 hours ഞാൻ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ലാസ്റ്റ് മന്ത് ആയപ്പോ ഞാന് ജോബ് ഒന്ന് ലീവ് എടുത്ത് അങ്ങനെ ഫുൾ ടൈം ഒരു 10 to 12 hours
പഠിച്ചിട്ടുണ്ടാവും. അത്രയധികം. അപ്പൊ ഞാൻ ആദ്യം പഠിക്കാതെ സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. അതെ അതെ അതെ. അത് ലാസ്റ്റ് ആ ഒരു 1 മന്തിന്റെ സമയത്തായിരുന്നു അല്ലേ? അതെ അതെ. പക്ഷേ എക്സ്പെർട്ടൈസിന്റെ ഹെൽപ്പ് കാരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു വീക്ക് ഞാൻ ശരിക്കും എല്ലാം പഠിച്ചു കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റി. എല്ലാം പഠിച്ച് അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റി. ഓക്കെ. അപ്പം എന്ത് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എന്ത് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തത് നമ്മൾ ഇതിനകത്ത് പഠിക്കാനായിട്ടൊക്കെ? എങ്ങനെയാണ്? എന്തെങ്കിലും ടിപ്സോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ നമ്മുടെ ലെക്ചേഴ്സിനെ തന്നെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ലെക്ചേഴ്സ് ഒരു 2 പ്രാവശ്യം എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലാ ലെക്ചേഴ്സും. പിന്നെ ഞാൻ ലെക്ചേഴ്സ് ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ ഞാൻ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു. നോട്ട് നമ്മുടെ ഹാൻഡ് ഔട്ടിൽ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. പിന്നെ ഞാനൊരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്നുള്ള രീതിയിൽ ഒരു ബുക്ക് ആദ്യമേ തൊട്ടേ പ്രിപ്പയർ ചെയ്തിരുന്നു. പിന്നെ മോക്സ് ഞാൻ എല്ലാ മോക്കും ഒരു 10 ടൈംസ് എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാ മോക്സും അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാറ് പറഞ്ഞ ആരിഫ് സാർ പറഞ്ഞ പോലെയുള്ള ബാക്ക് സ്റ്റഡി, അതും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് ആ ടോപ്പിക്കിനെ ഒന്നുകൂടെ ഒന്ന് വായിക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും ഒന്നുകൂടെ. അതെ അതെ. ഓക്കെ. അപ്പൊ ഇത്തവണത്തെ ക്യാപ്സ് എക്സാം നമുക്കറിയാം മുൻപുള്ള പോലെ അല്ലായിരുന്നു. കുറെ കൂടെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസും നല്ല നമ്മുടെ കോർ നോളജ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എക്സാം ആയിരുന്നു. സോ എങ്ങനെയാണ് എലൈറ്റ് എക്സ്പെർട്ടീസ് ഹിമയെ ഹെൽപ്പ് ചെയ്തതും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്ന് നേരിട്ടത്? തുടക്കം മുതലേ ആരിഫ് സാറും ഹാരിക മാമും നമ്മുടെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം, അതാന്ന് പറഞ്ഞു. ഞാനും അത് തന്നെയാ ഫോളോ ചെയ്തത്. അപ്പോ എക്സാം പേപ്പർ അത് ആ സമയത്തും എക്സാമിന്റെ സമയത്തും എനിക്ക് അത് തന്നെയാണ് കറക്റ്റ് ആയിട്ട് തോന്നിയത്. എന്താന്ന് വെച്ചാൽ ഒന്നും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പോയാൽ ഒന്നും നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യില്ല. ഫുൾ കൺസെപ്റ്റ് ബേസ്ഡ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഫെമിലിയർ ആണ്. പക്ഷെ നമ്മൾ ഒരു ഓപ്ഷൻസ് നോക്കുമ്പോൾ നമ്മൾക്ക് ഇതാണോ ഏതാണ് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ നമുക്ക് ആ ഒരു സ്ട്രോങ് ബേസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് നമുക്ക് അനലൈസ് ചെയ്ത് കറക്റ്റ് ഓപ്ഷൻ കിട്ടിയത്. ഓക്കെ. അപ്പൊ ഹിമ എത്രമാത്രം എലൈറ്റ് എക്സ്പെർട്ടീസിനെ റെക്കമെൻഡ് ചെയ്യും ക്യാപ്സ് എക്സാം പ്രിപ്പറേഷനും? പിന്നെ ഫൈനലായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടോ ഇനി ക്യാപ്സ് എക്സാം എഴുതാൻ പോകുന്നവരുടെ അടുത്ത്? ഞാൻ എലൈറ്റ് എക്സ്പെർട്ടൈസിനെ 100% റെക്കമെൻഡ് ചെയ്യും. കാരണം എന്റെ റിസൾട്ട് ആണ് എന്റെ മുമ്പിൽ എല്ലാവർക്കും കാണിക്കാനായിട്ട് എന്റെ മുമ്പിലുള്ളത്. അപ്പോ 100% റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ? ലൈക്ക് ഇനി എക്സാം എഴുതാൻ പോകുന്നവരുടെ അടുത്ത് പറയാനായിട്ട് എന്തെങ്കിലും? എക്സാം എഴുതാൻ പോകുന്നവരുടെ അടുത്ത് പറയാന്ന് വെച്ചാല്, നമ്മളിപ്പോ സെൽഫ് സ്റ്റഡി ചില എക്സാമുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ക്യാപ്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ നമ്മൾ ഒരുപാട് സ്ട്രെസ് തരും. പക്ഷെ നമ്മൾ എലൈറ്റ് എക്സ്പെർട്ടൈസിനെ വിശ്വസിച്ച് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ആരിഫ് സാർ ആൻഡ് ഹാരിക മാം എന്ത് പഠിപ്പിക്കുന്നു അത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ജയിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് മാത്രമേ എനിക്ക് ശരിയാണ്. കാരണം അത് ഞാനും നമ്മൾ രണ്ടുപേരും അതിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും സെയിം ഒപ്പീനിയൻ ആണ്. ഓക്കെ. അപ്പൊ താങ്ക് യു ഹിമ, താങ്ക് യു ഫോർ യുവർ ടൈം, താങ്ക് യു ഫോർ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഓസ്ട്രേലിയയിൽ വെച്ച് കാണാം. ഓക്കെ. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു.